എന്തൊക്കെ കടികളെ വിശേഷം സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? അപ്പോൾ ഞാനിവിടെ UK എത്തിയതിന് ശേഷം കൂടുതൽ മിസ് ചെയ്തത് നാടൻ ഭക്ഷണമാണ് കേട്ടോ. നല്ല മീൻ കറിയും മീൻ വറുത്തതും പിന്നെ അത് മാത്രമല്ല നമ്മുടെ അവിയൽ ശരി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ നന്നായി ഞാൻ മിസ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഹൗൺസ്ലോയിൽ ഇങ്ങനെ കേരള സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ വന്നത് ഞങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ പൊതിച്ചോറായിരുന്നു ഓർഡർ ചെയ്തത്. ഈ വട്ടം ഞങ്ങൾ ചോറ് മീൻ കറിയും നല്ല ബീഫ് റോസ്റ്റും കൂടിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. എൻ്റെ പൊന്ന് അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടുത്തെ ഷെഫൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഒന്നും കൂടി അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ കറിയൊക്കെ ഇല്ലേ എൻ്റെ പൊന്നെ, ആ ചോറിലൊക്കെ കൂട്ടി അങ്ങോട്ട് കുഴച്ച് കഴിക്കുമ്പോഴുള്ളൊരു സുഖമല്ലേ, എന്തൊന്നും പറയാം. അപ്പോൾ ഞങ്ങളത് കുറേ എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ ലണ്ടൻ പ്രദേശത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാടൻ ഭക്ഷണത്തോട് ഇത്തിരി പ്രിയമുള്ളവരാണെങ്കിൽ, അതായത് ഈ KFC മക്ഡൊണാൾഡ്സ് ഈ ബർഗർ ഇതൊക്കെ തിന്ന് മടുത്തെങ്കിൽ നിങ്ങൾക്ക് പോയി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഇത് എന്താ പറയുക ഈ കേരള സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ പോയി എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ മുഖത്തൊരു സന്തോഷം കണ്ടില്ല എൻ്റെ. ഞാൻ മീൻ കറി അത്ര കഴിക്കുന്ന കൂട്ടത്തിലല്ല, അതായത് മീൻ വെച്ചത്. പക്ഷേ ഈ മീൻ കഴിച്ചപ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടപ്പെട്ടു ഈ ഒരു മീൻ കറിയോട്. പ്രത്യേകിച്ച് എനിക്ക് ആ മീൻ കറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മീൻ കറിയൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4 പീസ് മീൻ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഇനി ക്വാണ്ടിറ്റി കുറഞ്ഞതിനോട് വാങ്ങണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വാങ്ങേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. 2 പേർക്ക് 3 പേർക്ക് വേണമെങ്കിൽ ഒന്ന് സുഭിക്ഷിതമായിട്ട് കഴിക്കാം. അത് മാത്രമല്ല ബീഫ് റോസ്റ്റ് ആയാലും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന അടുത്തൊന്നും ഇതുപോലെ നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന കടകളൊന്നും ഇല്ല കേട്ടോ. ഉള്ളത് KFC മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ കടകളാണ് ഉള്ളത്. ഇവിടെ KFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വില കുറവിൽ കഴിക്കാൻ പറ്റിയ സംഭവമാണ് ഇവിടെ KFC എന്ന് പറയണത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് നോക്കണത്. ഇപ്പോൾ ഞങ്ങൾ പാത്രമൊക്കെ അങ്ങനെ വെടുപ്പാക്കി സെറ്റാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ ഈ ഒരു കട ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കടയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ അവരിവിടെ കരിക്കും വെള്ളം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ വട്ടം നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു കരിക്കും വെള്ളമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് അത്ര ഫ്രഷ് ആവില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ളൊരു കരിക്കും വെള്ളമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് നല്ല ചൂടാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ UK ഇങ്ങനെ തിളച്ച് മറിയാണ് ചൂട്. പിന്നെ അതിനുശേഷം കച്ചോരൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ആ സ്ഥലത്ത് തന്നെ കച്ചോരൊക്കെ കഴിച്ച് അങ്ങ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെയോ രാത്രിയോ പിന്നെ ഡ്യൂട്ടിക്ക് പോവും, പിന്നെ ഒരുമിച്ച് ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസം പുറത്തേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാട്ടാ.